കേരളത്തിലെ പ്രതിപക്ഷം കേരള സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകും. രാഷ്ട്രീയത്തിനപ്പുറമുള്ള പൂർണ്ണമായ പിന്തുണ അതിന് വേണ്ടി നൽകും. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. അവർക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി കേരളത്തിൻ്റെ സാമ്പത്തിക വികസനം സാധ്യമാക്കുന്ന, സാമൂഹ്യ വികസനം സാധ്യമാക്കുന്ന ഒരു വ്യാവസായിക വളർച്ച സംസ്ഥാനത്തുണ്ടാകണം. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? തെറ്റായ കണക്കുകൾ കൊണ്ട് ഏച്ചുകെട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മളൊരു കാര്യം കണ്ടു. കൊച്ചു കേരളം കോവിഡിനെ പിടിച്ചു കെട്ടി എന്ന BBC ലേഖനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. PR ഏജൻസികളെ വെച്ചുകൊണ്ടാണ് അന്ന് ആ BBC ലേഖനം വരെ വന്നത്. പിന്നീട് യാഥാർത്ഥ്യം പുറത്തു വന്നു. കേരളം കോവിഡ് കാലത്തുണ്ടായ യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. 28,000 മരണങ്ങളാണ് ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാതെ കേരളം വെച്ചത്. പിന്നെ BBC തന്നെ അത് കറക്റ്റ് ചെയ്തു. ഇപ്പോൾ അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ. ഒന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. കേരളം ഒന്നാമതെത്തിയെന്നാണ് സർക്കാരിൻ്റെ ആദ്യ അവകാശവാദം. 2021 തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി. കാരണം ഒരുപാട് പേര് ഇത് മാനിപ്പുലേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. രണ്ടാമത് ഗവൺമെൻറ് പറയുന്നത് 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു 2000 പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം. 3 ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം കൂട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും. അപ്പോൾ ഈ 3 ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു. മിനിമം 1 ലക്ഷം രൂപ ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ GDP-യിലേക്കുള്ള കേരളത്തിൻ്റെ സംഭാവന ഗണ്യമായി വർദ്ധിച്ചേനെ. ഇത് 3.8 ആണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഇനി 3 ലക്ഷം സംരംഭങ്ങളിൽ ഒരു 50% ഈ GST രജിസ്ട്രേഷൻ്റെ പരിധിക്ക് താഴെയാണ് കൂട്ടും. എന്നാലും കേരളത്തിൽ ഒരു 1.5 ലക്ഷം പുതിയ GST രജിസ്ട്രേഷൻ വേണമല്ലോ. കേരളത്തിൽ കഴിഞ്ഞ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന GST രജിസ്ട്രേഷൻ എത്രയാണെന്നറിയാമോ? 30,000. അതിൽ പകുതിയും വന്നിരിക്കുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 40 ലക്ഷം എന്ന് പറയുന്ന GST രജിസ്ട്രേഷന് വേണ്ട അതിൻ്റെ അളവ് കവിഞ്ഞു വന്ന ബിസിനസ്സുകളുണ്ട്. 50 ലക്ഷമായിട്ടും 60 ലക്ഷമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കാത്ത ആളുകൾ എടുക്കാൻ നിർബന്ധിതരായി കാണും. അപ്പോൾ ഒരു 15,000 പോലും പുതിയ സംരംഭങ്ങളുടെ GST രജിസ്ട്രേഷൻ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. ഇനി സർക്കാരിൻ്റെ ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റ് പറയുന്നത് 1/1/2022 മുതൽ 1/2/2025 വരെ 64,528 ഈ MSMEകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇനി അത് തന്നെ എങ്ങനെ വന്നു? 2021 ഒരു മാറ്റം വരുത്തി കേന്ദ്ര ഗവൺമെൻറ്. MSMEയുടെ നിർവചനത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. കോവിഡിനെ തുടർന്ന് ചില്ലറ മൊത്ത വ്യാപാരങ്ങളെ കൂടി MSME എന്നുള്ള നിർവചനത്തിൽപ്പെടുത്തി. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ 2021-22 വരെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന വ്യാപാര പ്രവർത്തനങ്ങൾ 2022-23 മുതൽ MSMEകളായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചില്ലറ മൊത്ത വ്യാപാരം കൂടി MSMEയിൽ വന്നപ്പോഴാണ് ഈ 64,000 പോലും സംസ്ഥാനത്ത് ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇനി സ്റ്റാർട്ടപ്പ്, അതാണുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ 2021 മുതൽ താരതമ്യം ചെയ്യുമ്പോൾ 254% വളർച്ച, വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് ഈ എക്കോസിസ്റ്റത്തിൽ. രണ്ടാം LDF സർക്കാരിൻ്റെ 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്ന വളർച്ച ഒന്നാം സർക്കാരിൻ്റെ അവസാന 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 254% വർധന. കറക്റ്റാണ്. എന്താ കാര്യം? 2019-21 ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. 2019-21 വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? കോവിഡ് കാലമല്ലേ, മഹാമാരിയുടെ കാലമാണ്. മഹാമാരി കഴിഞ്ഞു വന്ന പിന്നത്തെ 3 വർഷം 254% ഗ്രോത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് കേരളത്തിൽ. ഇനി ഇക്കോസിസ്റ്റം വാല്യൂ എത്രയാണെന്ന് പറയട്ടെ. ഇന്ത്യയിൽ ഇതേ സമയത്ത് ഉണ്ടായിരിക്കുന്നതിൻ്റെ വ്യത്യാസം. കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് $1.7 ബില്യൺ എന്ന് വെച്ചാൽ $170 കോടി. നല്ല വളർച്ച, $170 കോടി. അതേസമയത്ത് കർണാടകത്തിൽ ഉണ്ടായത് എത്രയാണെന്നറിയാമോ? 1,590 കോടി.
കേരളത്തിൽ 170 കോടി അമേരിക്കൻ ഡോളറിൻ്റെ വളർച്ച സ്റ്റാർട്ടപ്പിൽ ഉണ്ടായപ്പോൾ, ഈ 3 വർഷം ഉണ്ടായപ്പോൾ കർണാടകത്തിലുണ്ടായത് അതിൻ്റെ ഏകദേശം 10 ഇരട്ടിയാണ്, 1590 കോടി. ഡൽഹിയിലുണ്ടായത് എത്രയെന്നറിയാമോ? 1130 കോടി. മഹാരാഷ്ട്രയിലുണ്ടായത് 720 കോടി. തെലങ്കാനയിലുണ്ടായത് 830 കോടി. ഞാൻ മുഖ്യമന്ത്രിക്കാണ് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ്. എക്കോ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു, പ്രതിപക്ഷം ജനങ്ങളുടെ പ്രതിപക്ഷമല്ല, അങ്ങനത്തെ പ്രതിപക്ഷമാണ്, നെഗറ്റീവാണെന്ന് പറഞ്ഞു. എന്തിനാ വെറുതെ ഊതി വീർപ്പിക്കുന്നത്? 3 ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെന്ന് ഗവൺമെൻറ് ആരെ കളിപ്പിക്കാറിങ്ങുക? ഞങ്ങളിത് മറുപടി പറഞ്ഞില്ലെങ്കിലോ? ഞങ്ങളിത് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ പാവപ്പെട്ട ആളുകൾ മുഴുവൻ വിശ്വസിക്കും, കോവിഡ് കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ച പോലെ.